നമസ്കാരം. കേരളത്തിൽ കാലവർഷം എത്തി. 2009 ശേഷം ഇത്ര നേരത്തെ സംസ്ഥാനത്ത് കാലവർഷം എത്തുന്നത് ഇതാദ്യമായാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടും 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. നാളെ വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിലും മറ്റന്നാൾ 11 ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കാലവർഷം തുടങ്ങുന്നതിന് മുൻപേ എത്തിയ ശക്തമായ മഴ ഇന്ന് കാലവർഷം എത്തിയപ്പോഴേക്കും എല്ലാ ജില്ലകളിലും കൂടുതൽ ശക്തമായി. വരും ദിവസങ്ങളിലും പെരുമഴയാണ് കേരളത്തെ കാത്തിരിക്കുന്നത്. ഇതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മൺസൂൺ ആരംഭത്തിൽ തന്നെ സംസ്ഥാന വ്യാപകമായി മരം കടപുഴകി വീണുൾപ്പെടെയുള്ള അപകടങ്ങൾ, മരണം, കൃഷിനാശം എന്നിവ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആശങ്ക വേണോ? ജാഗ്രത എങ്ങനെയാകണം? മുന്നൊരുക്കം എപ്രകാരം? ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നു. നമുക്കൊപ്പം അതിഥികളുണ്ടാകും. ഒപ്പം തന്നെ ജില്ലകളിലെ സാഹചര്യം വിലയിരുത്താൻ റിപ്പോർട്ടർമാരും. സ്വാഗതം പ്രേക്ഷകർക്ക് ന്യൂസ് ഈവനിംഗിലേക്ക്. മെയ് 27 മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിവിധങ്ങളായിട്ടുള്ള മോഡലുകൾ കാണിക്കുന്നത്. അടുത്ത 10 ദിവസം മഴ പ്രതീക്ഷിക്കുക തന്നെ വേണം. അന്തരീക്ഷ വായു ചൂടാകും തോറും അന്തരീക്ഷത്തെ വായുവിൽ തങ്ങി നിൽക്കാവുന്ന നീരാവിയുടെ അല്ലെങ്കിൽ ഈർപ്പത്തിൻ്റെ അളവ് കൂടും. അതുകൊണ്ടാണ് ഈ അതിശക്തമായ മഴ ഈ ചുരുങ്ങിയ സമയത്ത് പെയ്യുന്നത്. കൂടുതൽ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരും. കൂടാതെ അതിഥികളുണ്ട് നമുക്കൊപ്പം. ശ്രീ CR നീലകണ്ഠൻ, പരിസ്ഥിതി പ്രവർത്തകനൊപ്പം തന്നെ കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ അജിൽ കോട്ടയിൽ എന്നിവർ. ഞാൻ ശ്രീ CR നീലകണ്ഠനിലേക്ക് പോവുകയാണ് ആദ്യം. ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മഴ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ പലയിടങ്ങളിൽ നാശനഷ്ടത്തിന്റെ വാർത്തകൾ ഇന്നലെ മുതൽ പുറത്തു വരികയാണ്. ഇന്നൊക്കെ കൂടുതൽ അത് വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. കാലവർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ അതിനു മുൻപ് മുതൽ തന്നെ നമ്മൾ ഈ അപകടത്തിന്റെ വാർത്തകൾ അറിയുന്നു, മരം വീഴുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുകയാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക്, പ്രത്യേകിച്ച് ഈ പ്രകൃതിക്ഷോഭമൊന്നും നമുക്ക് തടയാൻ പറ്റുന്നതല്ല. എന്നാൽ നമുക്ക് തടയാൻ കഴിയുന്ന ചില അപകടങ്ങൾ, ചില ദുരന്തങ്ങൾ അതില്ലേ ശ്രീ CR നീലകണ്ഠൻ? തീർച്ചയായിട്ടും. ഇപ്പോൾ ലോകത്ത് കാലാവസ്ഥാ മാറ്റം 1992 മുതൽ ചർച്ച ചെയ്യുന്നതാണ്. അന്നൊക്കെ അതിൻ്റെ തമാശയായിട്ടാണ് നമ്മുടെ ഭരണകർത്താക്കളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ കണ്ടത്. ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ 2018 ശേഷം കൃത്യമായും കേരളത്തിലെങ്കിലും നമുക്ക് കാലാവസ്ഥയിലെ മാറ്റം പ്രകടമാണ്, അതിൻ്റെ ദുരന്തങ്ങൾ പ്രകടമാണ്. മനുഷ്യജീവനും സമ്പത്തും ഒക്കെ നഷ്ടപ്പെടുന്നു. അപ്പോൾ കാലാവസ്ഥാ മാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം വലിയ വരൾച്ചയാണ്, അതുപോലെ തന്നെ അതിവർഷമാണ്. കേരളത്തിൽ ഇപ്പോൾ മുമ്പുള്ള ഒരു കാലാവസ്ഥാ വിദഗ്ധൻ അത് പറയും, കേരളത്തിൻ്റെ പടിഞ്ഞാറുള്ള അറബിക്കടലിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, പ്രത്യേകിച്ച് ബംഗാൾ ഉൾക്കടലിനേക്കാൾ അറബിക്കടലിലുണ്ടായ മാറ്റം കേരളത്തെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അതിതീവ്ര മഴ, കൂമ്പാരമേഘങ്ങൾ, അതുപോലെയുള്ള നിരവധി പ്രതിഭാസങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിഭാസങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്നിനി ആരോടും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ജാഗ്രത മതി, ആശങ്ക വേണ്ട എന്നൊക്കെ പറഞ്ഞാലും ആശങ്കയുണ്ട്. മനുഷ്യർക്ക് പലതരത്തിലുള്ള ആശങ്കയുണ്ട്. അപ്പോൾ നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ടർമാർ പറഞ്ഞ പോലെ ഒരു നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരുന്ന പ്രദേശത്ത് തന്നെ മരം വീണിട്ടും അതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കൊച്ചി പോലെയുള്ള, തിരുവനന്തപുരം പോലെയുള്ള നഗരങ്ങളിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. വെള്ളക്കെട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വെള്ളം കയറുക, അതിനുള്ള കാരണങ്ങൾ. അതുപോലെ പലയിടത്തും ഇത് ഫ്ലഡിലേക്കൊന്നും എത്തിയിട്ടില്ല, നാളെ ഡാമുകളുടെ സ്ഥിതിയൊന്നും കുഴപ്പത്തിലെത്തിയിട്ടില്ല, അത് കുഴപ്പത്തിലെത്തിയാൽ എന്തുണ്ടാവും എന്നറിയില്ല. നമ്മൾ 2018 കണ്ടതാണ്. അപ്പോൾ ഒരു അഡാപ്റ്റേഷൻ, കാലാവസ്ഥാ മാറ്റത്തിനെ നമ്മളെങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. 2018 പ്രളയത്തിന് ശേഷം നമ്മളൊരു റിപ്പോർട്ട് ഉണ്ടാക്കി. UN ഒക്കെ ചേർന്ന് PDNA എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഉണ്ടാക്കി. കേരള ഗവൺമെൻറ് മുമ്പോട്ട് വെച്ച റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇപ്പോഴും സൈറ്റിലുണ്ട്. ആ റിപ്പോർട്ടിൽ കുറേ നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ 2018 ശേഷം കഴിഞ്ഞ 7 വർഷം നമ്മളെങ്ങനെ നടപ്പാക്കി എന്ന ഒരു പ്രധാന ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത്. താൽക്കാലികമായി ഒരുപക്ഷെ മരം വെട്ടിമാറ്റലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം അതിവർഷമുണ്ടാകും. കേരളത്തിൻ്റെ ചെറിയ ടോപ്പോഗ്രഫി വെച്ച് പശ്ചിമഘട്ടത്തിൽ നിന്ന് വളരെ വേഗത്തിൽ വെള്ളമൊഴുകി ഇടനാട്ടിലും കടലിലും എത്തും, കായലിലും എത്തും. അതുകൊണ്ട് അതിനെ നേരിടാനുള്ള സംവിധാനം വേണം. നീരൊഴുക്ക് തടസ്സപ്പെടരുത്. റൂം ഫോർ റിവർ, നമ്മുടെ 44 നദികളും അതിനുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് തോടുകളും ഒക്കെ നമുക്ക് ക്ലിയർ ആയിരിക്കണം. പക്ഷെ എന്താണ് ഇപ്പോൾ സ്ഥിതി?
നമ്മൾ അതിലെന്തെങ്കിലും ചെയ്തോ? ഇല്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായും വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ അടച്ചു കിട്ടുകയാണ്. ഇപ്പോൾ ദേശീയപാതയുടെ പ്രശ്നം വന്നപ്പോൾ നമ്മൾ കണ്ടു, വലിയ തോതിൽ ദേശീയപാതയ്ക്കയുടെ പേരിൽ, ഞാൻ ദേശീയപാത വേണ്ടെന്നല്ല, പക്ഷേ അങ്ങനെയാണോ പണിയേണ്ടതെന്നുള്ള ആ തർക്കത്തിലേക്ക് പോകണില്ല, വെള്ളം ഒഴുകാനുള്ള വഴി തടഞ്ഞു നിർത്തുന്നു. 1. 2, ഈ വെള്ളം വന്നാൽ ആഗീരണം ചെയ്തിരുന്നത് നമ്മുടെ നാട്ടിലെ നെൽവയൽ തണ്ണീർത്തടങ്ങളും ഇടനാടൻ കുന്നുകളുമാണ്. ഈ വെള്ളം മുമ്പ് തടഞ്ഞു നിർത്തിയിരുന്ന അവരാണ് ആഗീരണം ചെയ്ത് നിർത്തിയിരുന്നത്. ഇന്ന് നമ്മുടെ ഇടനാടൻ കുന്നുകൾ ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്. അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ നെൽവയൽ തണ്ണീർത്തടം, നമ്മൾ മാതൃകാപരമായ ഒരു നിയമം ഉണ്ടാക്കിയ സംസ്ഥാന കേരളം 2007, 2009 ആ നിയമം പോലും ഇപ്പോൾ നമ്മൾ നടപ്പാക്കുന്നില്ല. ആ നിയമം നടപ്പാക്കുന്നില്ല, PDNAയുടെ റിപ്പോർട്ട് നടപ്പാക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ദുരന്തം അത് പലതരത്തിൽ വരുമ്പോൾ, നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ മണ്ണ് വളരെ ആർദ്രമായിരിക്കുന്നു, വളരെ സോഫ്റ്റാവും. മണ്ണ് വേനൽ മഴയിൽ സോഫ്റ്റാവുന്ന മണ്ണിൽ വലിയ തോതിൽ വെള്ളം വന്ന് വീഴാനാണ് ഉരുൾപൊട്ടലും അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ മുണ്ടക്കയും ചൂരൽമലയിലും അല്ലെങ്കിൽ പുത്തുമലയിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതേ പ്രതിഭാസമാണ് ഒരു പരിധിവരെ നമ്മുടെ ദേശീയപാതയിലും കാണുന്നത്. വലിയ തോതിൽ മഴ പെയ്യുന്നു, മണ്ണിട്ട് നിറച്ച ദേശീയപാതയിലേക്ക് വെള്ളം ഇറങ്ങുന്നു, വലിയ തോതിൽ ഉരുൾപൊട്ടലിൻ്റെ പുതിയൊരു ഭാഗമായി പാത അങ്ങനെ തകർന്നു പോകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോഴും അടിസ്ഥാനപരമായി ഒരു കാലാവസ്ഥാ മാറ്റത്തെ നേരിടാൻ വേണ്ട ശേഷി അല്ലെങ്കിൽ നടപടികൾ സ്വീകരിച്ചു എന്ന് ഞാൻ പറയില്ല. കാരണം അത് പറയണമെങ്കിൽ നമ്മുടെ നിർമ്മാണ മേഖലയിൽ, നമ്മുടെ നദികളുടെ ശുദ്ധീകരണം, നമ്മുടെ തോടുകളുടെ, ഇപ്പോൾ കൊച്ചിയിലൊക്കെ തോടുകളുടെ സ്ഥിതി എന്താണ്? ആലപ്പുഴയിൽ തോടുകളുടെ സ്ഥിതി എന്താണ്? വെള്ളം വന്നാൽ തോട് മുഴുവൻ കരകവിഞ്ഞൊഴുകും. തോടൊന്നും ഇല്ല ഇപ്പോൾ. എടപ്പള്ളി തോടോ കടമ്പറയാറോ അങ്ങനെ പല തോടുകളും ഇല്ല, പേരണ്ടൂർ കനാലൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികൾ അടിയന്തരമായി ചെയ്യണമെന്ന് 2018 തീരുമാനിച്ചിട്ട് ഒരു നടപടിയും മുമ്പോട്ട് പോയില്ല. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ആശങ്കയുള്ളത്. അല്ലെങ്കിൽ ജാഗ്രത മതി. ഇപ്പോൾ ആ ജാഗ്രതയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ജാഗ്രതയുടെ കാലം കഴിഞ്ഞ് ആശങ്കയുടെ കാലത്ത് നമ്മൾ നിൽക്കുകയാണ്. കാലാവസ്ഥ അൺപ്രഡിക്റ്റബിളാണ്, അല്ലെങ്കിൽ വേറൊരിടത്തിൽ പ്രഡിക്റ്റബിളാണ്. കാരണം അപകടം ഉണ്ടാവും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ കൂമ്പാരമേഘങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റേ തീവ്ര മഴയുടെയോ ഒക്കെ കാര്യം നമ്മൾ പറയുമ്പോൾ ഈ വെള്ളം എങ്ങോട്ട് പോകും എന്ന് ഒരു ധാരണ നമുക്കുണ്ടാവണം. എവിടെ വീഴുന്ന വെള്ളം എങ്ങനെ ഒലിച്ച് കടലിലോ കായലിലോ പുഴയിലോ അല്ലെങ്കിൽ അതുപോലെ ശേഖരിക്കുന്നിടത്തും എത്തും. അങ്ങനെ ഒരു വാട്ടർ കോണ്ടൂർ, ഒരു ഹൈഡ്രോളജി സ്റ്റഡി കേരളത്തിന് നമ്മൾ ഇതുവരെ നടത്തിയിട്ടില്ല. ആ ഹൈഡ്രോളജി സ്റ്റഡി നടത്താത്തിടത്തോളം പശ്ചിമഘട്ടത്തിൽ മഴ പെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഉരുൾപൊട്ടലായി മാറാം, നടുവിൽ പ്രളയമാവാം, തീരദേശത്ത് അത് കടലാക്രമണമാവാം. എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കേരളത്തിൽ 3 പ്രദേശങ്ങളും ഇന്ന് ഈ അതിതീവ്ര മഴയ്ക്ക് വൾനറബിളാണ്, അപകട സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്തോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മരം വെട്ടും നല്ല കാര്യമാണ്, ചെറിയ കാനയൊക്കെ വൃത്തിയാക്കുന്ന നല്ല കാര്യമാണ്. പക്ഷേ അതൊക്കെ എത്ര വൃത്തിയാക്കി എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇനി വലിയ തോതിൽ നമ്മുടെ അടിസ്ഥാന വീക്ഷണത്തിൽ കേരളം ഇന്ന് എങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമ്മുടെ നിർമ്മാണമടക്കം, യാത്രയടക്കം, ജീവിതമടക്കം, ജീവിതശൈലി അടക്കം എല്ലാത്തിലും നമുക്ക് എങ്ങനെ മാറ്റം വരുത്താൻ കഴിയും. ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണവും വേറെ തരത്തിൽ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ടതായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എങ്ങനെ കാലാവസ്ഥാ മാറ്റത്തിന് നമ്മൾ അഡാപ്റ്റബിൾ ആവും, എങ്ങനെ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും എന്ന ചോദ്യം നമുക്ക് കാലാവസ്ഥയെ മാറ്റാൻ. ഇതിലിപ്പോൾ ശ്രീ CR നീലകണ്ഠൻ, ഇപ്പൊ നമ്മൾ ഈ കാലാവസ്ഥാ മാറ്റത്തെ കുറിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായി നമ്മൾ പറയുന്നുണ്ട്. അതിൽ തന്നെ മേഘവിസ്ഫോടനം പോലെയുള്ള പ്രതിഭാസമൊക്കെ അതും കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളുടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി. അപ്പോൾ ആദ്യത്തെ ഒരു തവണ അല്ലെങ്കിൽ രണ്ടാമത്തെ തവണ ഇതൊക്കെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആണ്, കാരണം നമുക്കറിയാത്ത കാര്യമാണ്, പുതുതാണ് എന്ന് പറയാം. പക്ഷെ ഇനി ഇതൊക്കെ ഉണ്ടാകും, ഒരുപക്ഷെ ഇതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആകാം. പക്ഷെ അപ്പോഴും എന്തുകൊണ്ടാണ് നമുക്കിതിൽ താങ്കൾ പറയുന്നത് പോലെ ഇതൊരു അഡാപ്റ്റബിൾ എന്ന തരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? അതൊരു അനാസ്ഥ മൂലം എന്ന് തന്നെ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? അത് ശരിയാണോ ശ്രീ CR നീലകണ്ഠൻ? അനാസ്ഥ മൂലം മാത്രമല്ല, അതിൽ അഴിമതി മുതൽ കെടുകാര്യസ്ഥത മുതൽ നിരവധി ഘടകങ്ങളുണ്ട്. നമ്മുടെ വികസന സങ്കല്പങ്ങളിൽ തന്നെ വലിയ പൊള്ള വീണിട്ടുണ്ട്. ഇപ്പോൾ ദേശീയപാത നമ്മൾ കേന്ദ്രമാണോ സംസ്ഥാനമാണോ CPM ആണോ BJP ആണോ കോൺഗ്രസ് ആണോ എന്നല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ദേശീയപാത കേരളത്തിൽ നിലനിൽക്കുമോ എന്ന ചോദ്യമാണ് വേണ്ടത്. അതിപ്പോൾ ആര് നിർമ്മിച്ചാലും അത് പൊളിഞ്ഞു വീഴും. അത് കേരളത്തിന് യോജിച്ചതാണോ? ഒരു നിർമ്മാണ രീതി കേരളത്തിന് യോജിച്ചതാണോ? ഇത്തരത്തിലാണോ നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടത്? ഇത്തരത്തിൽ നമ്മൾ തണ്ണീർത്തടങ്ങൾ നികത്താമോ? ഇത്തരത്തിൽ നമ്മൾ നെൽവയലുകൾ ദുരുപയോഗം ചെയ്യാമോ? ഇത്തരത്തിൽ തീരദേശത്ത് നമ്മുടെ നിയന്ത്രണങ്ങൾ നമ്മൾ എത്രത്തോളം കൊണ്ടുവരണം? ഇത് മലയോരത്ത് നമ്മൾ എന്തൊക്കെ വേണം? ഗാഡ്ഗിൽ വേണ്ട, കസ്തൂരിരംഗൻ വേണ്ട, ഞാൻ പറഞ്ഞു. പക്ഷേ PDNA എന്ന് പറയുന്ന സർക്കാരിൻ്റെ റിപ്പോർട്ടുണ്ടല്ലോ,
അനുജ, ഞാൻ പറയുന്നത് സർക്കാർ ഇറക്കിയ റിപ്പോർട്ടില്ലേ, ആ റിപ്പോർട്ട് സർക്കാർ നടപ്പാക്കുന്നുണ്ടോ 2018 ശേഷം? അതാണ് എൻ്റെ ചോദ്യം. വേറെ ഒരു പഠനവും വേണ്ട. ഗാഡ്ഗിൽ വിടൂ, കസ്തൂരിരംഗം വിടൂ, ഉമ്മൻ വിടൂ. നമുക്ക് വേണ്ടത് സർക്കാർ തന്നെ ഔദ്യോഗികമായി ഇറക്കിയ റിപ്പോർട്ട്. അതിൽ നീരൊഴുക്ക് ഒരു കാരണവശാലും തടയപ്പെടാൻ പാടില്ല. വെള്ളം എങ്ങോട്ട് പോകണം, അതാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. വെള്ളത്തിന്റെ ആ ഗതി, അത് അതിവർഷം പെയ്താൽ എവിടെയെങ്കിലും വർഷം പെയ്യുമല്ലോ. അപ്പോൾ അതിവർഷം പെയ്താലും എവിടെ പെയ്താലും ആ വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള മാർഗമുണ്ട് എന്ന് പഠിച്ച് കണ്ടെത്തണം. അത് ചൂരൽമലയിൽ പെയ്താലും വേണ്ടില്ല, പുത്തുമലയിൽ പെയ്താലും വേണ്ടില്ല, എറണാകുളത്ത് പെയ്താലും തിരുവനന്തപുരത്ത് പെയ്താലും അല്ലെങ്കിൽ എവിടെയും പെയ്യാം. അത് വെള്ളത്തിന്റെ മാർഗം, വെള്ളത്തിന് പോയേ പറ്റൂ, വെള്ളത്തിന് ഒഴുകിയേ പറ്റൂ. അതാണ് റൂം ഫോർ റിവർ എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത്. ആ റൂം ഫോർ റിവർ ഉണ്ടോ നമുക്ക്? അതിന് തടസ്സം നിൽക്കുന്ന സംഗതികൾ മാറ്റാൻ നമ്മൾ തയ്യാറാണോ? ഇവിടെ ഒരു പ്രശ്നമാണത്. ഒരാൾ വലിയ തോതിൽ അതേക്കുറിച്ചൊക്കെ പഠിക്കാനായി പോയിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് ശ്രീ CR നീലകണ്ഠൻ. പക്ഷേ അതൊക്കെ എവിടെയാണ് ആ പഠനം അത് നടപ്പാക്കപ്പെടുന്നത് എന്നുള്ളിടത്താണ്. അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത്, എവിടെയാണ് നമ്മൾ തുടങ്ങിയത്? ഇത്തരം ദുരന്തം ആദ്യമായി ഉണ്ടാകുമ്പോൾ നമ്മൾ കാഴ്ചക്കാരെ പോലെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു. അതേ സ്ഥാനത്ത് ഇപ്പോഴും നമ്മൾ തുടരുന്നു എന്നതാണ് താങ്കൾ ചൂണ്ടിക്കാട്ടുന്നത്, അല്ലേ? അതിനേക്കാൾ മോശമാണ് അനുജ, അതിനേക്കാൾ മോശമാണ് പല നിർമ്മാണങ്ങളും. അതുപോലും പരിഗണിക്കാതെ വീണ്ടും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വികസന വിരുദ്ധരാകും. ഞാൻ വികസന വിരുദ്ധനായതുകൊണ്ട് എനിക്കൊരു വിരോധമില്ല. പക്ഷേ ഇങ്ങനെയല്ല നിർമ്മാണം നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പദ്ധതിക്കെതിരാന്ന് പറയും. പദ്ധതിയല്ല വിഷയം, സർവൈവലാണ്. ഞാനിപ്പോൾ വികസനം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. കേരളം ഇനി സർവൈവലിൻ്റെ പാത്തിലാണ്, വികസിത കേരളമൊന്നുമല്ല. കേരളം സർവൈവ് ചെയ്യുമോ? നമ്മൾ ഈ മഴക്കാലം വരുമ്പോൾ മാത്രമല്ലേ അനുജ അത് ചർച്ച ചെയ്യണേ? മഴക്കാലം കഴിഞ്ഞാൽ നമ്മളത് മറന്നുപോലെ, അങ്ങനെയല്ലേ? ഇപ്പോൾ ചൂരൽമലയോ മുണ്ടക്കയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോയില്ലേ? ഒരു കൊല്ലമായിട്ടില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മറക്കുന്നത്? നമ്മൾ മറക്കുകയോ അല്ലെങ്കിൽ മറന്ന മാതിരി ഭാവിക്കുകയോ ചെയ്യുന്നു. ഞാൻ പറയുന്നത് ഭരണകർത്താക്കൾ, അത് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള ഭരണകർത്താക്കൾ, അവരുടെ ജോലിയല്ലേ ഈ പഠനം നടത്തി ഇതെങ്ങനെ വെള്ളം പോകുന്നില്ല, എൻ്റെ മണ്ഡലത്തിൽ എൻ്റെ പഞ്ചായത്ത് വാർഡിൽ വെള്ളം വീണാൽ അത് എങ്ങോട്ട് പോകും എന്ന് ഓരോ പഞ്ചായത്ത് മെമ്പർ പോലും ആലോചിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കണേ. ഒരു കോർപ്പറേഷൻ കൗൺസിലർ ആലോചിക്കേണ്ട കാലത്ത് MP MLA ഒക്കെ മുഖ്യമന്ത്രി എല്ലാവരും. അതെ, പക്ഷേ അത് എത്രത്തോളം അവർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം അത്തരം പ്രവർത്തനങ്ങൾ നടപ്പാക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആശങ്ക ഉയരുന്നത് എന്നതാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങൾ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ശ്രീ CR നീലകണ്ഠൻ. ഞങ്ങളുടെ പ്രതിനിധികളുടെ വിവിധയിടങ്ങളിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ, മേഘന മുരളി, മിഥില ബാലൻ, റാഫി കരീം, ടോബി ജോൺസൺ എന്നിവർ വിശദാംശങ്ങളുമായുണ്ട്. ഇനി പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. മിഥില ബാലനാണ് വിശദാംശവുമായി ചേരുന്നത് കോഴിക്കോട്ട് നിന്ന്. മിഥില, അവിടെ കനത്ത മഴയാണ്, രാവിലെയും ഒക്കെ നല്ല മഴയുണ്ടായിരുന്നു, പലയിടങ്ങളിലും നാശനഷ്ടമുണ്ടായിട്ടുള്ളത് നമുക്കറിയാം. ഇപ്പോൾ മിഥില നിൽക്കുന്നത് എവിടെയാണ്? ഇതിനിടെ ഒരു കിണർ നിർമ്മാണം, ഒരു മരണം, അതെല്ലാം സംഭവിച്ചിട്ടുണ്ടല്ലോ. അനുജ, ഞാനുള്ളത് കോഴിക്കോട് നഗരത്തിൽ തന്നെയാണ്. ഉച്ചവരെ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നു. ഒരു 3 മണി 4 മണി വരെയൊക്കെ നല്ല ശമനമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നല്ല മഴയാണ്, ശക്തമായ മഴയാണ് കോഴിക്കോട് നഗരത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. കിണറിടിഞ്ഞാണ് ഒരു അപകടമുണ്ടായത്. അത് വടകരയിലാണ്. 12:30-ക്കാണ് ഈ ഒരു അപകടമുണ്ടായത്. ശക്തമായ മഴ ഈ കിണർ ഇടിയുന്ന സമയത്തുണ്ടായിരുന്നു. നിർമ്മാണം നടക്കുന്നതിനിടയിലാണ് ഈ കിണർ ഇടിഞ്ഞത്. 6 പേരായിരുന്നു കിണറിൻ്റെ നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ 2 പേരാണ് ഇത്തരത്തിൽ മണ്ണിനടിയിൽപ്പെട്ടത്. അതിൽ ഒരാളെ രക്ഷപ്പെടുത്തി, മറ്റൊരാളുടെ മൃതദേഹമാണ് ലഭിച്ചത്. കണ്ണൂർ കരിയാട് സ്വദേശി രതീഷാണ് മരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ കോഴിക്കോട് ജില്ലയിൽ നാളെ റെഡ് അലേർട്ടാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേരുകയും സ്വീകരിക്കേണ്ട മുൻകരുതൽ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജലാശയങ്ങളിലെ പുഴകളിലെ എല്ലാം നീരൊഴുക്ക് അല്ലെങ്കിൽ ജലനിരപ്പ് കൃത്യമായി നിരീക്ഷിക്കാനുള്ള നിർദ്ദേശം കളക്ടർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മാത്രമല്ല, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ പുഴയോരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾക്ക് വെള്ളച്ചാട്ടങ്ങൾ, കടൽത്തീരങ്ങൾ, പുഴകൾ എന്നിവകളിലേക്ക് ഇറങ്ങുന്നതിന് വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ക്വാറികളുടെ പ്രവർത്തനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ രാവിലെ മുതൽ തന്നെ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീഴുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ രാവിലെ മുതൽ തന്നെ നല്ല നാശനഷ്ടങ്ങൾ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാളെ റെഡ് അലേർട്ടാണുള്ളത് ജില്ലയിൽ. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിൽ തന്നെയാണ് ജില്ല നിലവിലുള്ളത്.
ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുജ, അതാണ് കോഴിക്കോട്ട് നഗരത്തിൽ ശക്തമായ മഴ, കൂടാതെ മാവൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലുമൊക്കെ കനത്ത മഴയുണ്ട് എന്നുള്ളതാണ് ജാഗ്രതാ നിർദ്ദേശം. ഇതിനോടകം തന്നെ പല രീതിയിൽ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരികെ ന്യൂസ് ഈവനിങ്ങിലേക്ക്. കാലവർഷം കേരളത്തിൽ ഇക്കുറി നേരത്തെ എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് മുൻകരുതൽ വേണ്ടത്? ആശങ്ക വേണ്ടതുണ്ടോ? കൂടാതെ മുന്നൊരുക്കം എങ്ങനെയാണ്? ഇതൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുകയാണ്. ഇനി വയനാട്ടിലേക്കാണ് പോകുന്നത്. അവിടെ വൈത്തിരി ചാരിറ്റിയിൽ മണ്ണിടിച്ചിലുണ്ടായെന്ന വാർത്തയാണ് വരുന്നത്. മതിൽ തകർന്നു, മണ്ണ് നിറച്ച സ്ഥലത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, അങ്ങനെ അടുത്ത കാലവർഷം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ വയനാടിലുണ്ടായ ദുരന്തം അത് കേരളത്തിന് എക്കാലവും മറക്കാൻ കഴിയാത്തൊരു ദുരന്തമായി, വലിയ വിങ്ങലായി ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ ഈ അതിജീവിച്ചവരുടെയൊക്കെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്? ഒപ്പം തന്നെ ഈ അപകടത്തിന്റെ വിശദാംശങ്ങൾ. അനുജ, വലിയ ഭീതി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പശ്ചാത്തലം. ആ പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ പോലും ആളുകൾക്ക് ആശങ്കയാണ്. എന്തായാലും ഈ സ്ഥലം ചാരിറ്റി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വൈത്തിരിക്കടുത്തുള്ള ഒരു പ്രദേശമാണിത്. ചുറ്റും തേയിലത്തോട്ടങ്ങളൊക്കെയുള്ള ഒരു ഭാഗം ജനവാസ കേന്ദ്രങ്ങൾ നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണിത്. ഇവിടെയാണ് ഈ റീറ്റെയിൻ വാൾ തകർന്ന് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. അത് വലിയ അളവിലുള്ള മണ്ണിടിച്ചിലാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. മണ്ണ് പലപ്പോഴും ഇങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് വരുന്നൊരവസ്ഥ കൂടി നമുക്ക് പല ഘട്ടങ്ങളിലും കാണാനും കഴിയുന്നുണ്ട്. മുകളിലെ മരങ്ങളെല്ലാം തന്നെ മുറിച്ചിട്ട നിലയിലായിരുന്നു. അതിങ്ങനെ ഇടയ്ക്ക് മണ്ണിങ്ങനെ താഴേക്ക് ഇങ്ങനെ വീഴുന്ന ഒരു കാഴ്ച നമ്മളിവിടെ വന്ന വഴിക്ക് കാണുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുമുണ്ട്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് NV വിജേഷ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും താഴെ ഒരുപാട് ജനവാസ കേന്ദ്രം അല്ലെങ്കിലും ഈ മുകളിൽ ആളുകൾ ജീവിക്കുന്നുണ്ട്. അതായത് ഈ പ്രദേശത്തിന്റെ മുകളിലായി ആളുകൾ ജീവിക്കുന്നുണ്ട്. അതാണ് വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുള്ളത്. എന്തായാലും ഈ പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം തന്നെ പറയാം. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇതിപ്പോൾ റിട്ടേൺ വാൾ അടിച്ചിട്ട് ഒരു പുതുതായിട്ട് ഇവർ പൊക്കി കെട്ടിയിട്ട് ഇപ്പോൾ 2 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ അതിന് വിള്ളലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച കൊണ്ട് അവർ മരങ്ങൾ മൊത്തം മുറിച്ച് മാറ്റി. മരങ്ങൾ മുറിച്ച് മാറ്റിയതിന് ശേഷമാണ് ഈ സംഭവം പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളത്. ഉച്ചയ്ക്ക് ഇന്ന് രാവിലെ ഞാൻ ഷോപ്പിലേക്ക് പോകുന്ന ടൈമിലൊന്നും ഇത് ഇടിഞ്ഞ് വീണിട്ടില്ലായിരുന്നു. ഒരു 3 മണിക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്ന ടൈമിൽ ഞാൻ നോക്കുമ്പോൾ ഇടിഞ്ഞ് വീണിട്ടുണ്ട്. മുകളിലൊക്കെ ധാരാളം ആളുകൾ, ഒരു 10-15 വീടുകൾ താമസിക്കുന്ന ആൾക്കാരുണ്ട്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് NV വിജേഷ് ഇവിടേക്ക് എത്തിയിട്ട് അദ്ദേഹത്തോടും സംസാരിക്കാം. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? എന്താണ് ആളുകൾ പറയുന്നത്? ഈ ഒരു നിർമ്മാണം തന്നെ ഒരു അശാസ്ത്രീയമായ രീതിയിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു റിയൽ എസ്റ്റേറ്റ് താല്പര്യപ്രകാരമുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണുള്ളത്. ഇപ്പോൾ റിട്ടേണിംഗ് വാൾ എന്ന് പറയുന്ന പൊളിഞ്ഞ ഭാഗത്ത് തന്നെ കമ്പി ഒക്കെ കുറവാണ്. ആ റിട്ടേൺ വാൾ ചെയ്ത് ഒരു ചെരിവുള്ള പ്രദേശത്തിലേക്ക് മണ്ണ് കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുകയാണ്. ആ മണ്ണ് നിക്ഷേപിച്ച മണ്ണാണ് ഇപ്പോൾ ഇടിഞ്ഞത്. അതോടൊപ്പം തന്നെ റിട്ടേൺ വാളും മറിയുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. താഴെ വലിയ ആൾതാമസമില്ലെങ്കിലും ഈ ഒരു ഇത് കാണുമ്പോൾ വലിയ ഭീകരതയാണ് നിലനിൽക്കുന്നത്. ഒരു ഹോം സ്റ്റേ ഉൾപ്പെടെയാണ് താഴെയുള്ളത്. എന്തായാലും ഈ ആളുകളെ സംബന്ധിച്ച് ഇതാണ് ആശങ്ക തന്നെയാണ്. കാരണം ചെറിയ മണ്ണിടിച്ചിൽ ആയാൽ പോലും ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ടാകും. പക്ഷേ അങ്ങനെയുള്ള ആ ഒരു ആശങ്ക ചൂരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. അങ്ങനെ ആശങ്ക നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ഇപ്പോൾ ഇത് സാമാന്യം വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആ റിട്ടേൺ വാൾ തന്നെ കണ്ടാൽ നമുക്കറിയാം അത് ഒരു ദുർബലമായ അവസ്ഥയിൽ ചെറിയ കമ്പികളാണ് അതിനകത്തുള്ളത്. ആളുകൾ തന്നെ അത് പറയുന്നുമുണ്ട്. ആ റിട്ടേൺ വാൾ കെട്ടി അതിനകത്ത് ആ സംരക്ഷണ ഭിത്തിയുടെ ഉള്ളിൽ മണ്ണ് നിറയ്ക്കുകയാണ് ഉണ്ടായത്. ആ മണ്ണ് ഉൾപ്പെടെയാണ് ഇടിഞ്ഞ് താഴേക്ക് പതിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകണമെന്നുള്ള ആവശ്യം ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. ഇതൊരു റിസോർട്ടിന്റെ ഭാഗമായി ഉള്ള ഒരു സ്ഥലമാണെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം കൂടി ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ഇത് അനുമതിയില്ലാതെയാണ് ഇത് നടത്തിയതെന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ നാട്ടുകാർ പരാതിയായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. മഴ കനക്കുകയാണ്. നാളെ റെഡ് അലേർട്ടാണ് വയനാട് ജില്ലയെ സംബന്ധിച്ചത്. നാളെയും മറ്റന്നാളും എല്ലാം തന്നെ അല്പം ഗുരുതരമായ അവസ്ഥയിലേക്ക് ജില്ല മാറും. കാരണം അത്രമാത്രം മഴയുടെ ഒരു അവസ്ഥ കൂടിക്കൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു ആശങ്കയ്ക്ക് കാരണം. ആ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു മണ്ണിടിച്ചിൽ ഈ വൈത്തിരി മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എല്ലാവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് ഇനി ഉണ്ടാകാൻ പോവുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. ശരി, നമുക്ക് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ എടുത്ത് നൽകേണ്ടതുണ്ട്. വൈത്തിരിയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. അവിടെ ഒത്തിരി ഹോം സ്റ്റേകൾ പ്രവർത്തിക്കുന്ന ഇടമാണ്. അനുമതിയില്ലാത്ത കെട്ടിടങ്ങളും നിർമ്മാണ പ്രവൃത്തികളും ഒക്കെ നടക്കുന്നുണ്ട് എന്നതാണ്. വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച മേഖല കൂടിയാണ്. അവിടെ ഈ തരത്തിലേക്കൊക്കെ ഇപ്പോഴും അപകടം ഉണ്ടായി തുടങ്ങുന്നു എന്നുള്ളത്. മഴ കനക്കുന്നു, നാളെ റെഡ് അലേർട്ട് ഉണ്ട്. അങ്ങനെ ഒരു ആശങ്ക ആ സ്ഥലത്തുണ്ട് എന്നുള്ളതാണ് സുർജിത്ത് അയ്യപ്പത്ത് നൽകിയ വിവരം.
ശ്രീ സി ആർ നീലകണ്ഠൻ തുടരുന്നു. ശ്രീ സി ആർ നീലകണ്ഠൻ, ഇപ്പം നമ്മൾ ഈ വയനാട്ടിലെ കാര്യങ്ങളൊക്കെ കാണുകയാണ്. അതായത് ഇന്ന് അനധികൃത നിർമ്മാണം നടക്കുന്നു. ഇതൊക്കെ ഒരുപക്ഷെ വയനാട്ടിൽ മാത്രമല്ല, പലയിടത്തും ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും കുറച്ചുകൂടി ഒരു ജാഗ്രതയാകാമായിരുന്നില്ലേ എന്നൊക്കെ നമ്മൾ ഓർക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ ആ ഒരു വലിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആ പരിശോധനയും ഇൻസ്പെക്ഷനും ഒക്കെ കുറച്ചുകൂടി കർക്കശമാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ നമ്മൾക്ക് ആഗ്രഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ സി ആർ നീലകണ്ഠൻ. തീർച്ചയായിട്ടും അനുജ, അത്രയേ ഉള്ളൂ. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് നല്ലതൊക്കെ ആഗ്രഹിക്കാം, സ്വപ്നം കാണാം, വേണമെങ്കിൽ രാവിലെ പ്രാർത്ഥിക്കാം. പക്ഷേ ഒന്നും പ്രായോഗികമായി നടക്കില്ല. നടക്കാത്തതിന് സ്ഥാപിത താല്പര്യങ്ങൾ കാരണമാണ്. ഇത് വയനാട് മാത്രമല്ല, ഇടുക്കിയിലും മറ്റ് പല ജില്ലകളിലും, പത്തനംതിട്ട, പല ജില്ലകളിലും ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഇടുക്കിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ ദുരന്തത്തിലാണ്. ഇടുക്കി ഗ്യാപ്പ് റോഡ് സംബന്ധിച്ച് എത്ര റിപ്പോർട്ടുകൾ 24 തന്നെ നൽകിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എത്ര അപകടകരമാണ്. എന്നും അവിടെ മണ്ണിടിയാണ്. പക്ഷേ ആ റോഡ് നിർമ്മാണം അതുപോലെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ വയനാട്ടിൽ നേരത്തെ പറഞ്ഞു, നമ്മൾ കണ്ട ഒരുപക്ഷെ മനുഷ്യ മനസ്സിനെ, മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ദുരന്തം നമ്മൾ വയനാട്ടിൽ കണ്ടിട്ട് 1 വർഷമായിട്ടില്ല. ആ 1 വർഷം കഴിയുമ്പോഴും നമ്മൾ വയനാട്ടിൽ എന്തെങ്കിലും പാഠം പഠിച്ചോ? ഒന്നുമില്ല. നമ്മുടെ തർക്കം ഇവർക്ക് എവിടെ വീട് വെക്കണം, ആര് വീട് വെക്കണം, അത് കേന്ദ്രം വേണോ സംസ്ഥാനം വേണോ എന്നുള്ള തർക്കം, അതല്ല ചോദ്യം. അത് വേണം. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ ഇനിയും വയനാട്ടിൽ ആളുകൾ താമസിക്കുന്നില്ലേ? ഇപ്പോൾ വയനാട്ടിലെ ഒരു തുരങ്കപ്പാതയെക്കുറിച്ച് എല്ലാവരും തുരങ്കപ്പാത വേണമെന്ന് പറയുന്നത്. എനിക്ക് ആശങ്കയുണ്ട്, അതിൻ്റെ പഠനങ്ങൾ കൃത്യമായി നടന്നിട്ടുണ്ടോ? കാരണം മണ്ണിനടിയിൽ കൂടി ഇത് പോകുമ്പോൾ മണ്ണിൽ ഇത് വന്നാൽ ഏതർത്ഥത്തിലാണ് മണ്ണിടിയാൻ പോകുന്നത് നമുക്കറിയില്ല. ഈ അതിവർഷം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു പാത എത്രത്തോളം സർവൈവ് ചെയ്യും? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ നമ്മുടെ പല റോഡുകൾ, പല ഹോം സ്റ്റേ പോലെയുള്ള നിർമ്മാണങ്ങൾ, പല ടൂറിസ്റ്റ് റിസോർട്ടുകൾ, അതുപോലെ ഇതിന് നമുക്ക് ആശിക്കാം. അത് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ വികസന വിരുദ്ധനായി. പക്ഷെ വികസനത്തിനല്ല പ്രശ്നം, അത് സസ്റ്റെയിൻ ചെയ്യുമോ, അത് സർവൈവ് ചെയ്യുമോ? ദേശീയപാതയെങ്കിലും നമ്മളെ പാഠം പഠിപ്പിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദേശീയപാതയുടെ ദുരന്തം, അതിൻ്റെ രാഷ്ട്രീയമൊക്കെ വിടുക, നമുക്കതിൻ്റെ ദുരന്തം നമുക്ക് എന്ത് പാഠം നൽകുന്നു? ഇങ്ങനെ നമുക്ക് കേരളം നിർമ്മാണം പറ്റുമോ? കേരളത്തിൽ ഇടനാടൻ കുന്നുകൾ മുഴുവൻ ഇടിച്ച് ഇത്തരത്തിൽ വലിയ മണ്ണിട്ടാൽ, ഇപ്പം നേരത്തെ മണ്ണ് വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട്, സുർജിത്തിൻ്റെ റിപ്പോർട്ട് വന്നത് വളരെ ക്ലിയറാണ്. ഒരു റീറ്റൈനിങ് വാൾ കെട്ടി മണ്ണ് നിറച്ചു, മഴ പെയ്തു, റീറ്റൈനിങ് വാൾ പോയി. ആ റീറ്റൈനിങ് വാൾ മോശമായതുകൊണ്ട് മാത്രമല്ല പോയത്. അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ അതിവർഷം വരുന്ന ഒരു സ്ഥലത്ത്, വയനാടൊക്കെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശങ്ങളാണ്, അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ അനുവദിക്കാമോ? ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു അനധികൃതമാണ്. പിന്നെ ആരോടെ നമ്മൾ പറയാം? പഞ്ചായത്താണ് അങ്ങനെ ഒരു നിർമ്മാണത്തിൽ ആദ്യം അനുമതി കൊടുക്കേണ്ടത്. പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അത് അനധികൃത എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇപ്പോഴും നമുക്ക് അവിടെയാണ് പ്രശ്നം. അതെ, നമുക്കതിൽ തന്നെയാണ് ഒരു പുനർവിചിന്തനം വരുത്തേണ്ട സമയം കഴിഞ്ഞില്ലേ എന്നുള്ളത്. പ്രത്യേകിച്ച് ഇത്ര വലിയൊരു ദുരന്തമൊക്കെ ഉണ്ടായിടത്ത് ഇപ്പോഴും അനധികൃത നിർമ്മാണം നടക്കുന്നുണ്ട്, അവിടെ അപകടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളിടത്താണ് ഈ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ഉയർത്തുന്നത്. ഞാൻ താങ്കളിലേക്ക് എത്താം. ഡോക്ടർ അജിൽ കോട്ടയിൽ, കാലാവസ്ഥാ വിദഗ്ധൻ, നമുക്കൊപ്പം ചേരുകയാണ് ന്യൂസ് ഈവനിങ്ങിൽ തത്സമയം അതിഥിയായി. ഡോക്ടർ അജിൽ കോട്ടയിൽ, അങ്ങനെ കാലവർഷം എത്തിച്ചേർന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ദിവസത്തിനും മുൻപേ എത്തിയിരിക്കുന്നു. 2009 ശേഷം ഇത്ര നേരത്തെ എത്തുന്നു എന്നതാണ്. അന്ന് എനിക്ക് തോന്നുന്നത് മെയ് 23-നായിരുന്നു, ഇത്തവണ മെയ് 24. ഇതിനു മുൻപ് മെയ് 18-ന് 2004 കാലവർഷം എത്തിയ ചരിത്രമൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മഴ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും തന്നെ കനത്ത മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴ എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിപ്പോൾ ഈ മൺസൂണിന്റെ ഓൺസെറ്റിൽ തന്നെ ഇത്ര വിഗറസ് ആയ ഒരു മഴ പെയ്യുന്നത്, അതിനുള്ള കാരണം എന്താണ് ഡോക്ടർ അജിൽ കോട്ടയിൽ? സാധാരണ നമ്മൾ മൺസൂൺ തുടങ്ങുന്നു എന്ന് സ്ഥിരീകരിച്ച് പറയുമ്പോഴേക്കും അത് പതിയെ തെക്കൻ ജില്ലകളിൽ തുടങ്ങി അങ്ങനെ പതിയെ വ്യാപിച്ചു വരുന്നതാണ് സാധാരണയായി കാണാറുള്ളതെന്ന് തോന്നുന്നു. അതെ, നോർമൽ ആയിട്ട് നമ്മൾ കൺവെൻഷനലായിട്ടും പറയുന്ന മൺസൂണിൻ്റെ പാറ്റേൺ വളരെയധികം മാറിയിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം, വളരെ എവിഡൻ്റാണ്. എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കുറേ 4-5 കൊല്ലങ്ങളായിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനു മുമ്പ് ഇന്നാണ് IMD ഔദ്യോഗികമായിട്ട് മൺസൂൺ ഓൺസെറ്റ് ഡിക്ലെയർ ചെയ്ത ദിവസം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് നല്ല മഴ ലഭിച്ചിരുന്നു. ഏപ്രിൽ ലഭിച്ചിരുന്നു, മാർച്ചിൽ ലഭിച്ചിരുന്നു, പല സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ ലഭിച്ചിരുന്നു. അത് ഒരു അനോമലിയാണ്, ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള റെയിൻ പാറ്റേണായിട്ട് കണക്കാക്കാം. പക്ഷേ മൺസൂൺ ഓൺസെറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് വിൻഡിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. വിൻഡിൻ്റെ ശക്തിയിലും ഗതിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ആ ഒരു മാറ്റം
വളരെ എവിഡൻ്റ് ആയിട്ട് ഇന്നലെ തൊട്ട് അല്ലെങ്കിൽ ഇന്ന് വളരെയധികം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം വിൻഡ് കാറ്റിൻ്റെ ഗതി ഞാൻ പറയുന്നത് ഏകദേശം നമ്മുടെ ഒരു 1 കിലോമീറ്ററിൽ മുകളിൽ 5 കിലോമീറ്ററിൽ താഴെ കാണുന്ന അന്തരീക്ഷത്തിൽ 5 കിലോമീറ്റർ താഴെ കാണുന്ന കാറ്റിൻ്റെ ഗതി ഏകദേശം 60 കിലോമീറ്ററോളം. ഇപ്പോൾ 1.5 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 60 കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊരു ക്ലാസിക് ഒരു മൺസൂൺ ഓൺസെറ്റ് കണ്ടീഷനിൽ ഓൺസെറ്റ് ഡിക്ലെയർ ചെയ്യാൻ ഉതകുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് 24 ഇന്ന് തന്നെ IMD അതിനെ ഒരു മൺസൂൺ ഓൺസെറ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ മൺസൂണിൻ്റെ മഴയുടെ ശക്തി അത് നമുക്കറിയാം 2017 അല്ലെങ്കിൽ 15 ശേഷം വളരെ ശക്തമായിട്ടുള്ള മഴ വളരെ ഷോർട്ട് പീരീഡിൽ വളരെ ശക്തമായിട്ടുള്ള മഴ നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല ശരിക്കും 15-ലല്ല, ശരിക്കും നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്യുകയാണെങ്കിൽ 2010 ശേഷം തന്നെ ഈ ഒരു മാറ്റങ്ങൾ കേരള തീരത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് അതിശക്തമായിട്ടുള്ള മേഘങ്ങളുടെ തീവ്രത ഈ ഒരു കേരള ഉൾപ്പെടുന്ന പശ്ചിമ തീരത്ത് കൂടി വരുന്നതായിട്ട് നമ്മൾ ഈ മേഘവിസ്ഫോടനം എന്ന് പറയുന്ന പ്രതിഭാസം ധാരാളം അതെ 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 ലോക്കലൈസ്ഡ് ആയിട്ടുള്ള അതിശക്തമായിട്ടുള്ള മഴ വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ അതിശക്തമായിട്ടുള്ള മഴ ഉള്ള പ്രതിഭാസം 2010 ശേഷം പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ട് നമുക്കത് അനുഭവിക്കാൻ തുടങ്ങിയ 2018 ശേഷമാണ്. 2018 അറിയാമല്ലോ നമുക്കൊരു വലിയൊരു പ്രളയം ഉണ്ടായി. 2019 റിപ്പീറ്റ് ചെയ്തു. അപ്പം 18-നേക്കാൾ ശക്തമായിട്ടുള്ളൊരു സ്പെല്ലായിരുന്നു 2019 ഉണ്ടായത്. ക്ലൗഡിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിലും ക്ലൗഡ് അതിശക്തമായിട്ടുള്ള മഴമേഘങ്ങൾ നമ്മുടെ കേരള തീരത്ത് എത്ര ദൈർഘ്യം നോക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ഏരിയ അത് കവർ ചെയ്യുന്ന ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള ക്ലൗഡായിരുന്നു 2019. അതിനൊക്കെയുള്ള സാധ്യത ഇത്തവണയും ഉണ്ട്, അത് തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊന്ന് ഡോക്ടർ അജിൽ, ഇതിപ്പോ നമുക്ക് നേരത്തെ പറയാനും പറ്റില്ല അല്ലെ, ഇത് പെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഒരു മേഘവിസ്ഫോടനം ഇന്ന സ്ഥലത്ത് സംഭവിച്ചു, ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത്ര മഴ പെയ്തു എന്നൊക്കെയുള്ള കണക്കായിട്ടത് പുറത്തു വരുമ്പോൾ നമ്മൾ അറിയുകയാണ് അല്ലേ? ഇല്ല, ഇപ്പം നമ്മുടെ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് വളരെ ശക്തമായിട്ടുണ്ട്. ഈ അതിതീവ്ര മഴ ഏത് പ്രദേശത്തേക്കാണ് കേന്ദ്രീകരിക്കുന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ ഒരു ദിവസം മുൻകൂട്ടി പറയാൻ പ്രയാസമാണെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ഒബ്സർവേഷൻസ് ഉണ്ട്, നമുക്ക് റഡാറുണ്ട്, സാറ്റലൈറ്റ് ഡേറ്റകളുണ്ട്. അതിൻ്റെയൊക്കെ സഹായത്തോടു കൂടി 3-4 മണിക്കൂർ മുമ്പ് തന്നെ ആ മേഘങ്ങളുടെ കേന്ദ്രീകരണം ഏത് ഭാഗത്തേക്കാണ്, വടക്കോട്ടാണോ അല്ലെങ്കിൽ മധ്യ കേരളത്തിലേക്കാണോ തെക്കോട്ടാണോ, ആ കേന്ദ്രീകരിക്കുന്നതിൻ്റെ സൂചന നമുക്ക് ലഭിക്കും. ആ സൂചന കൊണ്ട് ഏകദേശം ഏതൊക്കെ റീജിയൻസിലാണ് നമ്മുടെ കേരളം ഉൾപ്പെടുന്ന ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ അതിശക്തമായിട്ടുള്ള തീവ്രമഴ ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ള ഒരു 3-4 മണിക്കൂർ മുമ്പ് നമുക്ക് നൗകാസ്റ്റിംഗ് രീതിയിലൂടെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പൊതുവേ അതിശക്തമായിട്ടുള്ള മഴയുടെ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം കാറ്റിൻ്റെ ശക്തി വളരെ അധികമാണ്. കാറ്റിൻ്റെ ശക്തി വളരെ അധികമായതുകൊണ്ട് അധികം മഴ ലഭിക്കണമെന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാഷ്പത്തിൻ്റെ കേന്ദ്രീകരണം കൂടുതൽ നമ്മുടെ കേരള തീരത്തുണ്ട്. കാറ്റിൻ്റെ ശക്തി വളരെ അധികമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗോവ, മഹാരാഷ്ട്ര തീരത്ത് ഗുജറാത്ത് കോസ്റ്റിന് താഴെയായിട്ട് ഒരു ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ന്യൂനമർദ്ദത്തിൻ്റെ ശക്തി ഒന്ന് ക്ഷയിച്ചാൽ മാത്രമേ ഈ കാറ്റിൻ്റെ ശക്തി ഇപ്പം നമുക്ക് ഈ കേരള തീരത്തേക്ക് കിട്ടുന്ന കാറ്റിൻ്റെ ശക്തി കുറയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3-4-5 ദിവസം ഈ ഒരു മഴയുടെ സ്പെല്ല് നിൽക്കുമെന്ന് പറയപ്പെടുന്നത്. ശരി, ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതിതീവ്ര മഴ ഉള്ള അതായത് ഒരു കാര്യം കൂടി എനിക്കൊരു ഇടവേള എടുക്കേണ്ടതുണ്ട് ഡോക്ടർ അജിൽ. ഇപ്പോൾ പെയ്യുന്ന ഈ കനത്ത മഴ എന്നുള്ളത് എത്ര ദിവസം, നമുക്ക് ഏറെക്കുറെ ഒന്ന് കൃത്യമായി പറയാൻ പറ്റിയാൽ എത്ര ദിവസം ഇതേ രീതിയിൽ തുടരും? പ്രഡിക്ഷൻ പ്രകാരം 3-4 ദിവസം എന്താണെങ്കിലും ഈ ഒരു കണ്ടീഷൻ നിലനിൽക്കാനുള്ള സാധ്യതയാണ് കാണപ്പെടുന്നത്. ആ ഒരു ന്യൂനമർദ്ദം ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ന്യൂനമർദ്ദം ക്ഷയിക്കുന്നവരെ തീർച്ചയായിട്ടും ഈ കാറ്റിൻ്റെ ശക്തി കൂടി നിൽക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ബംഗാൾ ഉൾക്കടലിൽ അതിനിടയ്ക്ക് ഒരു ന്യൂനമർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു കണ്ടീഷൻ കുറച്ച് ദിവസങ്ങളോട് കൂടി ഒരു 5 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസത്തിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തിരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പം പ്രവചിക്കപ്പെടുന്നത്. ശരി, ഞാൻ തിരികെ എത്താം ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം. തിരികെ ന്യൂസ് ഇവനിങ്ങിലേക്ക്. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്നൊരു വാർത്തയിലേക്ക് പോകുന്നു. മലയോര മേഖലയിൽ ശക്തമായ കാറ്റുണ്ട്. എടത്തോട് വെള്ളിച്ചിറ്റയിൽ HD ലൈനിന് മുകളിൽ മരം വീണു. പ്രദേശത്ത് ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കള്ളാറിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി. അരുൺ, കാസർഗോഡ് ജില്ലയിലും കനത്ത മഴയും കാറ്റും ആണ് എന്നതാണോ? നാശനഷ്ടമുണ്ടായിട്ടുണ്ടോ? അനുജ, കാസർഗോഡ് ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും ഇത്ര നേരമായിട്ടും മഴ കാസർഗോഡ് നഗരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. മലയോര മേഖലകളിൽ ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നു എന്ന
വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാസർഗോഡ് എടത്തോട് വെള്ളിച്ചിറ്റയിൽ HD ലൈനിന് മുകളിൽ മരം വീണിട്ടുണ്ട്. വലിയ മരമാണ് വീണിരിക്കുന്നത്. അവിടെ ഗതാഗതം ഭാഗികമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കനത്ത മഴയിൽ കള്ളാറിൽ ഒരു വീട്ടുമതിൽ തകർന്നിട്ടുണ്ട്. കള്ളാർ ഒക്ലാവിലെ നിതിൻ്റെ വീട്ടുമതിലാണ് തകർന്നിരിക്കുന്നത്. എങ്ങനെ കാസർഗോഡ് മലയോര മേഖലകളിൽ ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നു എന്ന കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. നഗരപ്രദേശങ്ങളിലൊന്നും തന്നെ മഴ കാര്യമായിട്ടില്ല. പക്ഷേ വൈകുന്നേരത്തോടു കൂടി മഴ കനക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. കാലാവസ്ഥയൊക്കെ മൂടിക്കെട്ടിക്കൊണ്ട് വരുന്നുണ്ട്. മഞ്ചേശ്വരം ഭാഗത്തു നിന്ന് രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴക്കെടുതികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ തീരദേശ മേഖലകളിൽ ശക്തമായ കാറ്റ് വീശുന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അനുജ, അതെ, കാസർഗോഡ് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. രാവിലെയൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ മലയോര മേഖലയിൽ നിന്നൊക്കെ ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. മരം വീണു, മതിലിടിഞ്ഞു വീണു തുടങ്ങിയ വാർത്തകളൊക്കെയാണ് വരുന്നത്. അരുൺ പാർക്കിലാണ് വിശദാംശം നൽകിയത്. ഇനി തൃശ്ശൂരിലേക്ക് പോകുന്നു. ചെറുതുരുത്തിയിൽ കനത്ത മഴയിൽ മരം പൊട്ടി വീണ് കടകളിൽ നാശനഷ്ടമുണ്ടായി. ചെറുതുരുത്തി മുസ്ലിം പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. റവന്യൂ വകുപ്പ്, പഞ്ചായത്ത് അധികൃതർ, KSEB അധികൃതർ എന്നിവരാരും സംഭവസ്ഥലം സന്ദർശിച്ചില്ല എന്ന് പരാതിയുണ്ട്. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? നാട്ടുകാർ പറയുന്നത് എന്ത്? അനുജ, ചെറുതുരുത്തിയിലാണ് ഇത്തരത്തിലേക്ക് സംഭവം ഉണ്ടായത്. ആ സമയത്ത് ആരും തന്നെ ഇടപെട്ടില്ല എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. KSEB ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു, പക്ഷേ ആരും തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ടില്ല എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത്. ചെറുതുരുത്തി സമീപം നേരത്തെയും ഇത്തരത്തിലേക്ക് ശക്തമായ മഴയിൽ കാലവർഷക്കെടുതികളടക്കം ഉണ്ടായതാണ്. നേരത്തെ പഞ്ചായത്ത് അധികൃതരുമായി പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല എന്നുള്ള പരാതിക്ക് പിന്നാലെയാണ് ഇത്തരത്തിലേക്ക് കടകൾക്ക് കേടുപാട് സംഭവിച്ചത്. ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയായിരുന്നു. അവിടേക്ക് മരം കടപുഴകി വീണ ഈ പോസ്റ്റ് ഉൾപ്പെടെയുള്ള വൈദ്യുതി ലൈനുകളെല്ലാം തന്നെ വിച്ഛേദിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായി. അവിടെ വൈദ്യുതി തടസ്സവും സൃഷ്ടിച്ചിരുന്നു. ഇതിന്റെ പിന്നാലെ KSEB അധികൃതരെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും അവരാരും തന്നെ എത്തിയില്ല എന്നുള്ള പരാതിയുമുണ്ട്. ഒപ്പം തന്നെ റവന്യൂ വകുപ്പ് ജീവനക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തിയില്ല എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ജനങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവിടുത്തെ നാട്ടുകാരുടെ ഇടപെടൽ പ്രദേശത്തെ കടപുഴകി വീണ മരം, ഒപ്പം തന്നെ കേടുപാട് സംഭവിച്ച കടകളൊക്കെ തന്നെ ാക്കാൻ വേണ്ടിയിട്ടുള്ള ശുചീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ശരി, ചെറുതുരുത്തിയിലാണ് കനത്ത മഴയിൽ മരം വീണത്. കടകളിൽ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. എന്നാൽ അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പോഴും എന്നൊരു പരാതി നാട്ടുകാർക്കുണ്ട്. ഞാൻ തിരികെ അതിഥികളിലേക്ക് പോവുകയാണ്. ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ വരുന്നത് മരം വീണു, മരച്ചില്ല വീണു, അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യം ചോദിച്ചതുപോലെ ഒഴിവാക്കാമായിരുന്ന അപകടം, ദുരന്തം ആണ് എന്നുള്ളതിൽ തർക്കമില്ലല്ലോ. ഏതൊരു സാധാരണ മഴക്കാലത്തിന് മുൻപും ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ലേ? അപകടാവസ്ഥയിലായ മരം മുറിച്ചു നീക്കുക, മരച്ചില്ലകൾ മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. അത് ചെറിയ കാര്യമാണ്, പക്ഷേ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വലിയ അപകടമാണ് ഉണ്ടാവുക. അത് പലയിടത്ത് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ നല്ല കാറ്റാണ് ഇത്തവണ ഉണ്ടാകുന്നത്. അതിൻ്റെ പരിണത ഫലമായി മരങ്ങൾ വീണുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ഇടങ്ങളിൽ നിന്നും ഇതാണ് വരുന്ന വാർത്ത. ഇപ്പോൾ നേരത്തെ നമ്മുടെ കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ അജയ് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മൺസൂൺ വന്നു എന്നറിയുന്നത് കാറ്റിൻ്റെ വേഗതയുമായി ബന്ധപ്പെട്ടാണ്. 60 കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ കാറ്റ് വരും. അതാണ് മൺസൂണിൻ്റെ വരവ്. 60 കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ കാറ്റ് വരും എന്ന് പറഞ്ഞാൽ അപ്പോൾ വീഴാൻ സാധ്യതയുള്ള മരങ്ങളെ പറ്റി നമ്മൾ കുറേ മുമ്പൊക്കെ തന്നെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ്. വീഴാൻ സാധ്യതയുള്ള മരങ്ങളെ പറ്റി അതിൻ്റെ സർവേ നടത്തണം. ഇലക്ട്രിസിറ്റി ബോർഡുകാർ ചില കൊമ്പ് വെട്ടലൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അവിടെയൊക്കെ ചില കൊമ്പൊക്കെ വെട്ടും, ചില കൊമ്പ് വെട്ടില്ല. അതെന്താണെന്നറിയില്ല. കുറച്ച് കൊമ്പ് വെട്ടലുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഗൗരവതരമായി നമ്മളത് എടുത്തിട്ടുണ്ടോ? ഇപ്പോഴും ഒരു ചടങ്ങിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ചടങ്ങിന് മാത്രം ചെയ്യുന്നത് കൊണ്ട് എന്ത് പറ്റും? ഇപ്പോൾ മരം വെട്ടിയോ എന്ന് ചോദിച്ചാൽ അവർ റിപ്പോർട്ട് കൊടുക്കും, ഞങ്ങൾ 55 മീറ്റർ ദൂരത്തിൽ മരം വെട്ടി, അല്ലെങ്കിൽ 5 കിലോമീറ്റർ ദൂരത്തിൽ മരം വെട്ടി. പക്ഷേ വെട്ടേണ്ട മരമാണോ വെട്ടിയത്? കൊമ്പുകളെല്ലാം വെട്ടിയിട്ടുണ്ടോ? അത് അപകടകരമായ അവസ്ഥയിലാണോ? അത് വീടിൻ്റെ മുകളിൽ വീഴുന്നതാണോ? അത് ഇലക്ട്രിക് ലൈനിൽ വീഴുന്നതാണോ? അത് റോഡിലേക്ക് വീഴുന്നതാണോ? റോഡിൽ മരം വീണ് കാറ് വെച്ച് അപകടം പറ്റിയ ആളെ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ നമുക്ക് കഴിയുമോ? ഇത് ചെയ്യാൻ എന്താ ഒരു പഞ്ചായത്തിന്, ഒരു ഇലക്ട്രിസിറ്റി ഓഫീസിന്, അവർക്ക് അവരുടെ ആ നാട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യാലോ. ഇത് ചെയ്യാൻ എന്തുകൊണ്ട് അവിടെ പറയുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് അധികൃതർ ചെയ്യുന്നില്ല. ഈ ചെയ്യാത്ത അധികൃതർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. അവരൊക്കെ രക്ഷപ്പെടും. ഒരു കൃത്യം ചെയ്യാത്ത പയൽ വേണമെങ്കിൽ പല കാരണങ്ങൾ പറയാം. അന്ന് മഴയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലിക്കാരെ കിട്ടിയില്ല, അവർക്ക് പറയാൻ നൂറുകണക്കിന്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്നൊക്കെയുള്ള വാക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത് എത്രത്തോളം നടക്കുന്നു എന്ന സംശയമുണ്ട്. ഇത്തവണ നേരത്തെ മഴ എത്തി,
അപ്പോൾ അതനുസരിച്ച് അതെ അത് എന്തൊക്കെയാണ് ഇപ്പൊ നമുക്ക് എറണാകുളത്ത് താമസിക്കുന്ന നമുക്കൊക്കെ അറിയാമല്ലോ, ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ സിറ്റിയിൽ ഉൾപ്പെടെ എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയാം. ഓടകൾ അത് ശുചിയാക്കിയിട്ടില്ല. ഇപ്പൊ ഇന്നലെ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ചതാണ് ഈ വിഷയത്തിൽ. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല? അതുപോലെ തന്നെ ഈ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ, ഹോർഡിങ്ങുകൾ, ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല സർക്കാരിന്റെ ശ്രദ്ധ, അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ, തദ്ദേശ ഭരണ വകുപ്പ്, പഞ്ചായത്ത് ഉൾപ്പെടെ. ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എപ്പോഴും ഇത് തന്നെ നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരുന്നത് എന്നത് കഷ്ടമാണ്. ശ്രീ CR നീലകണ്ഠൻ. അല്ല, കഷ്ടമാണെന്ന് മാത്രമല്ല, ഇതിൻ്റെ പിന്നിലൊക്കെ വലിയ അഴിമതി സാധ്യതകളുണ്ട് അനുജ. ഞാൻ ഒരു പാർട്ടിയെക്കുറിച്ചല്ല. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തില്ലേ വലിയ തീപിടുത്തം ഉണ്ടായത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു സംവിധാനമില്ല. ഫയർഫോഴ്സിന് ചെല്ലാൻ പറ്റില്ല, അത് ആ ലൈസൻസ് ഇല്ല, ഈ ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. ഇതില്ലാതെ കോഴിക്കോട് നഗരത്തിലെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ കെട്ടിടം പ്രവർത്തിക്കുകയാണ്. ഇതറിയാതെ ഒരാളെ ആരും അറിയാതെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി വെക്കുന്നൊരു കാര്യമല്ല. എന്തേ ഇവരറിയാതിരുന്നത് ഇത്രയും കാലം? ഈ നിയമവിരുദ്ധമാണ് പല നിർമ്മാണങ്ങളും. എന്തുകൊണ്ടാണ് അറിയാത്തത്? അറിയാതിരിക്കുന്നതല്ല, അങ്ങനെ അറിയാതിരിക്കുമ്പോൾ അറിയാതിരിക്കാൻ വേണ്ടി, കണ്ണടയ്ക്കാൻ വേണ്ടി പണം മുടക്കുന്നുണ്ടാവും ചെയ്യുന്ന ആളുകൾ. അതിൽ അഴിമതി ഉണ്ടാവും, സ്വാധീനമുണ്ടാവും. ഈ സ്വാധീനവും അഴിമതിയും മറികടക്കാൻ കഴിയാതിരുന്നാൽ ഈ അപകടം ഉണ്ടാവും. പക്ഷേ ഞാനതാ ചോദിക്കണേ, ഇതിൽ വീഴ്ച വരുത്തിയ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ എപ്പോഴെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ ചരിത്രത്തിൽ? ഇല്ലല്ലോ. കൂടി വന്നാൽ ഒരു സസ്പെൻഷൻ, 6 മാസം ഫ്രീ ആയിട്ട് ശമ്പളം വാങ്ങും, അയാൾ തിരിച്ചു സർവീസ് കയറും. ഒരു കുഴപ്പമില്ല, ഒരു ഉദ്യോഗസ്ഥന് ഇന്നുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ ജീവൻ പോയാലും, ദുരിതമായാലും, കെട്ടിടം തകർന്നാലും ഒരു ഉദ്യോഗസ്ഥനോ ഒരാൾക്കോ ഒരു ഉത്തരവാദിത്വമില്ല. ഒരു പഞ്ചായത്ത് മെമ്പർക്കോ ഒരു കൗൺസിലർക്കോ ഒരു MLAക്കോ ഒരു ഉത്തരവാദിത്വമില്ലല്ലോ. നീ ആരോടാ നമ്മൾ പറയുന്നത്? അതെ, ഓരോ മഴക്കാലത്തും നമ്മൾ വലിയ ദുരന്തങ്ങളെ അതിജീവിച്ച് നിൽക്കുമ്പോഴും അടുത്ത മഴക്കാലം വരുമ്പോഴും പ്രാഥമികമായി ചെയ്യേണ്ടുന്ന മഴക്കാലപൂർവ്വ ശുചീകരണം ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ മരച്ചില്ലകൾ, മരക്കമ്പുകൾ, മരങ്ങൾ അപകടാവസ്ഥയിൽ നിൽക്കുന്നതൊക്കെ വെട്ടിമാറ്റുക എന്നതുൾപ്പെടെ പ്രാഥമികമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്തു തീർക്കുന്നില്ല എന്നുള്ളിടത്താണ് അനാസ്ഥ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഞാൻ ഒരു ഇടവേള കൂടി എടുക്കുന്നു, വേഗം മടങ്ങിയെത്താം. തിരികെ ന്യൂസ് ഈവനിംഗ് ചർച്ചയിലേക്ക് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഡോക്ടർ അജിൽ, ഇപ്പോൾ ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട്, 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. അതായത് ശക്തമായ മഴയാണ് വരും മണിക്കൂറുകളിൽ. നാളെ നോക്കുകയാണെങ്കിൽ വടക്കൻ കേരളത്തിൽ 5 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. കൂടാതെ മറ്റന്നാൾ 11 ജില്ലകളിൽ റെഡ് അലേർട്ട് എന്നുള്ളതാണ്, 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ഇപ്പോൾ റെഡ്, ഓറഞ്ച് ഈ അലേർട്ടുകളാണ് കാലവർഷം തുടങ്ങുന്ന സമയത്ത് തന്നെ എല്ലാ ജില്ലകളിലും വരുന്നത് എന്നുള്ളത്. കൂടാതെ ഇത് വളരെ വേഗം തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, വ്യാപിച്ചിരിക്കുന്നു. പതിയെ തുടങ്ങി മറ്റ് ജില്ലകളിലേക്ക് പോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് എല്ലാ ജില്ലകളിലും ഒരുപോലെ ശക്തമായ മഴ പെയ്യുന്നു. ഗോവയിലേക്കൊക്കെ വരെ എത്തിയിട്ടുണ്ട് എന്നതാണ്. അത് അങ്ങനെ സ്ഥിരീകരിക്കുന്ന ചില റിപ്പോർട്ടുകളൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ട്. വടക്കൻ മേഖലയിലേക്ക്, ചെന്നൈ തീരത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് ഈ കാറ്റിൻ്റെ വേഗം എന്നുള്ളത് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒന്നാണോ? ഇങ്ങനെ വളരെ വേഗം തന്നെ കാലവർഷം വ്യാപിച്ച് എല്ലായിടത്തും അതിശക്തമായ മഴ പെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണോ അത്, ഡോക്ടർ അജിൽ? അതെ, വെസ്റ്റ് കോസ്റ്റിൽ അതെ, ഏകദേശം കർണാടക, മുംബൈ ആ തീരങ്ങളിലേക്ക് വരെ നമ്മുടെ ഒരു മൺസൂൺ ക്ലൗഡിൻ്റെ വ്യാപനം നമുക്ക് കാണാൻ സാധിക്കും. ഈ തീർച്ചയായിട്ടും വടക്കൻ ജില്ലകളിലേക്കാണ് കൂടുതലായിട്ടും ഇപ്പോൾ നമുക്ക് റെഡ് അലേർട്ട് എന്ന് പറഞ്ഞ വാണിംഗ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. പക്ഷേ എല്ലാ സ്ഥലത്തും കൊടുക്കാനുള്ളൊരു പൊതുവെയുള്ള കാരണം, നമ്മുടെ കേരളത്തിൻ്റെ തീരത്ത് അറബിക്കടലിൽ അതിശക്തമായിട്ടുള്ള മേഘങ്ങളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. കുമ്പാര മേഘങ്ങൾ എന്ന് പറഞ്ഞ മേഘങ്ങളുടെ സാന്നിധ്യം കാണാൻ പറ്റും. അതെപ്പോൾ വേണമെങ്കിലും നമ്മുടെ ലാൻഡിലേക്ക്, നമ്മുടെ ഒരു തീരപ്രദേശങ്ങളിലേക്ക് അതിനുള്ളൊരു ഇൻകേർഷൻസ്, അതായത് നമ്മുടെ കടലിൽ നിന്ന് കരയിലേക്ക് അതിലേക്ക് വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ചില സ്ഥലങ്ങളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് റീജിയനും, ഇപ്പോൾ കേരളം ഉൾപ്പെടുന്ന ഏത് റീജിയനിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ അതീവ മഴ ഉണ്ടാകാനുള്ള സാധ്യത പ്രവചിപ്പിക്കാനുള്ള പ്രധാന കാരണം അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു കാലാവസ്ഥയെക്കുറിച്ച് പൊതുവേ പറയുകയാണെങ്കിൽ, നമുക്ക് ഓൾറെഡി കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും നമുക്ക് വളരെയധികം മഴ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാർച്ചിലാണെങ്കിലും ഏപ്രിലാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ വേനൽ മഴ ലഭിച്ച ഒരു കാലയളവ് കൂടിയാണ് ഈ കഴിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മണ്ണിൽ ഇത് വെള്ളം ഊർന്നിറങ്ങുന്ന സാച്ചുറേഷൻ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ്, ഇതുപോലെ തീവ്രമായി മഴ പെയ്താൽ അത് നദികളും മറ്റ് പുഴകളെയും ഒക്കെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളൊരു ആശങ്ക അതൊക്കെ ഉണ്ടാകാനുള്ള ദിവസങ്ങളാണ് ഇനി, അല്ലേ?
അതെ അതെ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും അത് കരുതിയിരിക്കണം. കാര്യം അതിശക്തമായിട്ടുള്ള മഴ ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഏതെങ്കിലും ജൂണിലോ ജൂലൈയിലോ ഏത് മാസങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അവിടെയൊക്കെ എന്താണ് നമുക്ക് വാണിംഗ് സംവിധാനങ്ങൾക്കും അതെന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻസിനും ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് ഇവിടെയുണ്ട് ഇനിയുള്ള കാലങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പോൾ അത് വളരെ ശക്തമായിട്ട് ഒരു കാര്യം കൂടി ഇപ്പൊ ഇത്തവണ ഇങ്ങനെ ആണെങ്കിൽ അത് കനത്ത ഒരു മഴ റെയിൻഫോളിലേക്ക് സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മൺസൂൺ ഇത്തവണ ലഭിക്കും എന്ന് നമുക്ക് ഇപ്പോൾ വിലയിരുത്താമോ? അതിനുള്ള സമയമായോ ഡോക്ടർ അജിൽ? അതെ, ദീർഘകാല കാലാവസ്ഥാ പ്രവചന പ്രകാരം ഈ ഒരു മൺസൂൺ 2025 മൺസൂൺ എന്ന് പറയുന്നത് ഒരു അതിതീവ്ര എക്സസ് മൺസൂണാണ്. അതായത് നമ്മൾ ശരാശരി പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മഴ 10-20% നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് മോഡലുകൾ തരുന്നത്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലേക്ക് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, വളരെ നന്ദി. അപ്പോൾ അങ്ങനെ ശക്തമായൊരു മഴക്കാലമാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ, ഡോക്ടർ അജിൽ ന്യൂസ് ഈവനിംഗ് ചർച്ചയിൽ പങ്കെടുത്തത്. ഇപ്പോൾ പാലക്കാട് അട്ടപ്പാടിയിൽ നിന്ന് വരുന്ന വാർത്ത, കനത്ത കാറ്റിലും മഴയിലും വീടിന് മുകളിൽ കവുങ്ങ് വീണ് വലിയത്താഴത്ത് സണ്ണിയുടെ വീട് തകർന്നു എന്നതാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ആ സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നോ? വീടിന് നാശനഷ്ടം കാര്യമായി സംഭവിച്ചിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? വീടിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അനുജ. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഈ സണ്ണിയുടെ വീട്ടിൽ പക്ഷേ ആ സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ പുറത്തായിരുന്നു ഉണ്ടായിരുന്നു. വലിയ ശബ്ദം കേട്ട് ഈ വീടിന് പുറത്തേക്ക് അവർ മാറുകയായിരുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിവരം. ഉച്ചയോടുകൂടി അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തായാലും ഈ കൃഷിക്കാരാണ്, കർഷക വൃത്തി കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വീടിന് അറ്റകുറ്റപ്പണികൾ അടക്കം ഇനി നടത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു എങ്കിൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയേനെ. വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. എന്തായാലും ഈ വിഷയത്തിൽ മേഖലയിലൊക്കെ ഇപ്പോഴും കനത്ത കാറ്റും മഴയും ഉണ്ട് അല്ലേ? മട്ടപ്പാടി മാത്രമല്ല, പാലക്കാട് ജില്ലയുടെ മലയോര മേഖലകളിലും കിഴക്കൻ മേഖലകളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ മഴ തുടരുക തന്നെയാണ് അനുജ. അതാണ് പാലക്കാട് അട്ടപ്പാടിയിൽ കനത്ത കാറ്റിലും മഴയിലും വീടിന് മുകളിൽ കവുങ്ങ് വീണു. സണ്ണി എന്നയാളുടെ വീടാണ് തകർന്നത്. ആ വീട്ടിൽ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയ വിവരം. ഇന്നത്തെ ന്യൂസ് ഈവനിംഗ് അവസാനിക്കുകയാണ്. ഇനി ഹോട്ട് ന്യൂസ് കാണാം. ഡോക്ടർ ഉന്മേഷ് ശിവരാമനും സോന ജെറിയും ചേരും. നമസ്കാരം.